തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരമേറ്റതിന് ശേഷം മേയറായിട്ട് PV രാജേഷ്, ഡെപ്യൂട്ടി മേയറായിട്ട് ആശാനാഥും വന്നതിന് ശേഷം അവിടെ ആദ്യമായിട്ട് ഒരു സംഭവ വികാസം ഉണ്ടായെന്ന് പറയുന്നത് ശ്രീലേഖ IPSും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ് MLAയുമായിട്ടുള്ള പ്രശാന്തനും തമ്മിൽ നടന്ന ആ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് MLA ഓഫീസ് ഒഴിയണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യം. ഇത് ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ ശ്രീലേഖയ്ക്ക് പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് വിചാരിച്ചിരുന്നു എങ്കിലും ഇത് നേരെ മറിച്ച് 8ന്റെ പണി കിട്ടിയതെന്ന് പറയുന്നത് MLA പ്രശാന്തിനായിരുന്നു എന്നുള്ളത് പോകെ പോകെ വ്യക്തമായി മാറിയ ഒരു കാര്യം തന്നെയായിരുന്നു. ശരിക്കും ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പ്ലസ് അല്ലെങ്കിൽ മൈലേജ് കിട്ടിയിരിക്കുന്നത് ശ്രീലേഖയ്ക്കാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിന് പകരം തിരിച്ചടിയായി മാറിയത് പ്രശാന്തിനുമായിരുന്നു. ഇതിനെല്ലാം ശേഷം ശ്രീലേഖ പല കാര്യങ്ങളിൽ MLA ഓഫീസിനെ കുറിച്ചും അതോടൊപ്പം തന്നെ കൗൺസിലർ ഓഫീസിനെ കുറിച്ചും ഒക്കെ തന്നെ സംസാരിച്ചു. അതിൽ തന്നെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുന്ന കാര്യത്തിനെ കുറിച്ചും ശ്രീലേഖ ഒരു വീഡിയോ തൻ്റെ FB പേജിൽ ചെയ്തിട്ടൊരു കാര്യം തന്നെയായിരുന്നു. അതിനുശേഷം അതായത് അവിടെ കംപ്ലീറ്റ് വേസ്റ്റ് കൊണ്ടുവന്ന് നിറച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് വീഡിയോയിലൂടെ ശ്രീലേഖ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു കാര്യം കൂടി തന്നെയായിരുന്നു. അതിനുശേഷം ശ്രീലേഖ മറ്റൊരു വീഡിയോ കൂടി ഇട്ടായിരുന്നു. ആ വേസ്റ്റ് അതായത് ശ്രീലേഖ വീഡിയോ ഇട്ടതിന് ശേഷം ആ വേസ്റ്റ് എല്ലാം തന്നെ നീക്കം ചെയ്ത് അവിടെ ക്ലീൻ ചെയ്ത ഒരു അവസ്ഥ ഉണ്ടായ തരത്തിൽ കാണിക്കുന്ന മറ്റൊരു വീഡിയോ ശ്രീലേഖ തന്റെ FB പേജിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്കും വേസ്റ്റുകൾ അപ്രത്യക്ഷമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം ശേഷം ഇപ്പോൾ ശ്രീലേഖ മറ്റൊരു വീഡിയോയുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീല് തൻ്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നു എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് MLA ഓഫീസിൽ അതിക്രമിച്ച് കടന്നുകൊണ്ട് അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിൽ ഈ പറയുന്ന ശ്രീലേഖയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നു. ശ്രീലേഖയെ പിടിച്ചകത്തിടണം അല്ലെങ്കിൽ ശ്രീലേഖയെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കണം എന്നുള്ള തരത്തിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് അത് കേസെടുക്കണം എന്നുള്ള തരത്തിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വക്കീൽ പറഞ്ഞതെന്നാണ് ശ്രീലേഖ പറയുന്നത്. മുഖ്യമന്ത്രിയാണെങ്കിൽ അത് DGPക്ക് അനന്തര നടപടികൾക്ക് വേണ്ടിയിട്ട് അയച്ചുമെന്നുമാണ് അറിയുന്നതെന്ന് ശ്രീലേഖ പറയുന്നു. എന്നിട്ട് അവസാനം ശ്രീലേഖ തന്നെ ആ വീഡിയോയിൽ ചിരിച്ചുകൊണ്ട് പറയുന്നത് ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലേഖ ഈ ഒരു വിഷയത്തെ കളിയാക്കി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ്. അതായത് ശ്രീലേഖയ്ക്ക് വീണ്ടും വീണ്ടും ഒരു പ്ലസ് ഉണ്ടാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന തരത്തിലോട്ടാണ് ഇവർ ചെയ്യുന്ന ഓരോ പരിപാടികളും. ഇപ്പോൾ തീർത്തും വളരെ വ്യക്തമായിട്ട് ശ്രീലേഖ അതെല്ലാം പുറത്തു കൊണ്ടുവന്ന് പൊളിച്ചടുക്കുന്നുമുണ്ട്. എന്തായാലും ശ്രീലേഖയെ കൊടുക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റ് ചായവുള്ളവർ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ പണി കൊടുക്കാൻ നോക്കുന്നവർക്ക് തന്നെ തിരിച്ചു പണി കൊടുക്കുകയാണ് ഇപ്പോൾ ശ്രീലേഖ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം എടുത്തു പറയാനുള്ളത് പണി കൊടുത്ത് അതായത് ശ്രീലേഖയ്ക്ക് പണി കൊടുക്കാൻ നോക്കി അവസാനം ഇപ്പോൾ കൗൺസിലറായിരിക്കുന്ന ശ്രീലേഖ ഇനി MLA ആക്കുന്ന തരത്തിലോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ എത്തിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.